എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശത്രു ഭയം ഉണ്ടാകുന്നു. എത്ര വലിയ ശത്രുദോഷങ്ങളെയും വേരോടെ പിഴുതുമാറ്റാൻ ശക്തിയുള്ള നരസിംഹ മന്ത്രത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ മന്ത്രം വൈഷ്ണവ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു മന്ത്രമാണ്. നരസിംഹമൂർത്തി ആരാണെന്നറിയാമല്ലോ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4ാമത്തെ അവതാരമാണ് നരസിംഹാവതാരം. പ്രഹ്ലാദനെ രക്ഷിക്കാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാനുമായിരുന്നു മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത്. അങ്ങനെ നരസിംഹമൂർത്തിയുടെ ഈ ശക്തിയേറിയ മന്ത്രം 2 ദിവസം ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യമായ ഒരു ഫലം അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ്. ഈ മന്ത്രം ജപിച്ചു തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ ശത്രുദോഷവും മാറുന്നു. 2 തവണ ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു തുടങ്ങുമെന്ന് പറഞ്ഞുവല്ലോ. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ശത്രു സംഹാര പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ വീടിനടുത്ത് നരസിംഹ ക്ഷേത്രമില്ലാത്തവർ ഈ പറയാൻ പോകുന്ന നരസിംഹമൂർത്തി മന്ത്രം ജപിച്ചാൽ തന്നെ എല്ലാ ശത്രുദോഷവും മാറി, എല്ലാ ശത്രുഭയവും മാറി ഇല്ലാതാകുന്നു. ഭക്തവത്സലനാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദൻ്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ. തൻ്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ മഹാവിഷ്ണു 4ാമത്തെ അവതാരമായ നരസിംഹ അവതാരം എടുത്തത്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ തൻ്റെ ഭക്തനോടുള്ള കരുതലും സ്നേഹവും. അതിനാൽ തന്നെ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ മനസ്സു തന്നെയാണ്. നെഗറ്റീവ് ചിന്തകളെയും അനാവശ്യ തെറ്റിദ്ധാരണകളെയും അകറ്റുവാനാണ് നാം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതും വഴിപാടുകൾ നടത്തേണ്ടതും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് മാനസികാവസ്ഥകളും തെറ്റിദ്ധാരണകളും മാറ്റിയാൽ തന്നെ ഒരിക്കലും ശത്രുഭയം നമ്മെ പിടികൂടുകയില്ല. കൂടെ നരസിംഹമൂർത്തിയുടെ ഈ ശക്തിയേറിയ മന്ത്രം ജപിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന ഏത് വലിയ ശത്രുദോഷവും നിശ്ശേഷം മാറ്റാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാനും വഴിപാടുകൾ നടത്താനും കഴിയാത്തവർ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ശത്രുദോഷത്തെ അല്ലെങ്കിൽ ശത്രുഭയത്തെ അകറ്റുക മാത്രമല്ല, നമ്മുടെ ജീവിതം ഉയർന്ന നിലയിൽ എത്തുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ദുരിതമോചനവും സത്സന്താന ഗുണവും ഉണ്ടാകുന്നു. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. ഈ മന്ത്രം എങ്ങനെ ജപിക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ മന്ത്രം ജപിക്കുന്നവർ കുളിച്ച് വൃത്തിയായി, ഇനി കുളിക്കാൻ കഴിയാത്തവരായാലും കുഴപ്പമൊന്നുമില്ല, ദേഹശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കാം. എന്നാൽ ത്രിസന്ധ്യ നേരത്താണ് ഭഗവാൻ അവതരിച്ചത്. അതിനാൽ തന്നെ ത്രിസന്ധ്യ നേരത്ത് ഈ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ബലം നൽകുന്നു. നരസിംഹമൂർത്തിയുടെ ശക്തിയേറിയ ആ മന്ത്രം ഇതാണ്: വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണദംഷ്ട്രായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത്. മന്ത്രം ഒന്നുകൂടെ പറയാം: വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണദംഷ്ട്രായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത്. ഈ മന്ത്രം വളരെ ഭക്തിപൂർവം നിത്യവും ത്രിസന്ധ്യയ്ക്ക് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ഭഗവാൻ സംരക്ഷണ വലയം തീർക്കുന്നു. എല്ലാ വിധത്തിലുള്ള ശത്രുനാശവും ശത്രുഭയവും അകറ്റുന്നു. 2 ദിവസം ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചു തുടങ്ങും, നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നതാണ്. ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കാമെങ്കിലും വ്യാഴാഴ്ച ദിവസം നരസിംഹ ഭജനത്തിന് ഉത്തമ ദിനമായി പറയുന്നു. ഭഗവാനിലുള്ള ഉത്തമ ഭക്തി എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുന്നു.